ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് അതിർത്തിയിലെ തട്ടേക്കണ്ണി ദുരിതാശ്വാസ ക്യാമ്പിലെ ദുരന്തബാധിതർ പുനരധിവാസം കാത്തിരിക്കുന്നു. 13 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. ഇവരിൽ പലർക്കും തിരികെ പോകാൻ വാസയോഗ്യമായ വീടുകളില്ല. റിപ്പോർട്ട് കാണാം. റോഡിൻ്റെ കട്ടിങ്ങിൻ്റെ താഴെയാണ് താമസിക്കുന്നത്. ഈയിടെ റോഡ് മഴ പെയ്തപ്പം മണ്ണിടിഞ്ഞു വീണു. എപ്പോൾ വേണേലും പോകാതെ വീട് പൊട്ടിയിരിക്കുകയാണ്. എപ്പോൾ വേണേലും ഉരുൾ പൊട്ടി വന്ന് അതിൻ്റെ മുകളിൽ കിടപ്പന്ന് പോകാവുന്നതാണ്. വളരെ ദയനീയമായുള്ള താമസമാണ്. പ്രകൃതിയുടെ ഇരുട്ടടി ഏറ്റുവാങ്ങിയ ജീവിതം തുന്നിച്ചേർക്കാൻ പാടുപെടുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് അതിർത്തിയിലെ തട്ടേക്കണ്ണി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾ. ക്യാമ്പിൽ കഴിയുന്ന ഭൂരിഭാഗം പേർക്കും തിരികെ പോകാൻ ഒരു സുരക്ഷിതമായ വീടില്ലെന്നതാണ് യാഥാർത്ഥ്യം. 30 വർഷം മുമ്പ് മേടിച്ചതാണ്. അന്ന് മുതൽ ഷെഡാണ്, ഇന്നും ഷെഡാണ്. ആ ഷെഡ് ഇപ്രാവശ്യത്തെ മഴയ്ക്ക് ഞാൻ ഈ 4 ഇല്ലിയാണ് 4 തൂണും വലിച്ചു കെട്ടി. എന്നിട്ടും നിലത്തോട്ട് പോയില്ല, വീണു. ദുരിതാശ്വാസ ക്യാമ്പ് താൽക്കാലിക ആശ്വാസമാണെങ്കിലും ഇവിടെ നിന്നും ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇവർ പകച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും മഴക്കെടുതി വരുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ക്യാമ്പിൽ വന്ന് കിടക്കുക. അന്നേരം ഇപ്പം ശരിയാവും എന്നും പറഞ്ഞ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിടും. അത് കഴിഞ്ഞിട്ട് ഈ തവണ ഞാൻ 4 വർഷമായി സ്ഥിരമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നു. വില്ലേജിൽ നിന്ന് ഇറക്കി വിട്ടു താമസിച്ചോളാൻ പറഞ്ഞതാണ്. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കുടുംബങ്ങൾ നേരിടുന്നത് ഇരട്ട ഭീഷണിയും മലയിടിച്ചിലുമാണ്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരുടെ വീടുകൾ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. വീടുമില്ല, സ്ഥലവുമില്ല. വീട് ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. അത് പ്രളയത്തിലെ ഉരുള് പൊട്ടി കുറേയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ വേറൊരു വീട്, ഒരു ചേച്ചിയുടെ വീട് അവർ ചുമ്മാ തന്നേക്കുക, വാടകയൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിൽ കിടക്കാൻ പറഞ്ഞേക്കുക. മലയോര മേഖലകളിലും കുന്നിൻ മുകളിലും കഴിയുന്നവരുടെ വീടുകൾക്ക് മുകളിൽ ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും കരിനിഴൽ വീണ് കിടക്കുന്നു. 2018 പ്രളയം ഉണ്ടായപ്പോൾ വെള്ളം കയറി എൻ്റെ വീടിന് ഭീഷണിയായെന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞ് കയറി നിൽക്കുകയാണിപ്പം. പിന്നെ ആ വീടിൻ്റെ ചാർത്ത് വിണ്ടുപോയിട്ടുണ്ട്. ക്യാമ്പിലെത്തുന്നതിന് മുൻപ് തന്നെ പലരുടെയും ജീവിത സാഹചര്യം ദയനീയമായിരുന്നു. 50 വർഷമായി ഞങ്ങളിവിടെ കയറി താമസിക്കാൻ തുടങ്ങിയത്. മോള് വശത്തായിരുന്നു സ്ഥലവും സൗകര്യങ്ങളും. അവിടെ നിന്ന് ഞങ്ങൾക്ക് റോഡ് ഇവിടുന്ന് തട്ടേക്കണയിൽ മീനൊളിയാൻ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിരുന്നു. ആ റോഡിൻ്റെ ഒരു ഭാഗം 2018 പ്രളയത്തിൽ അടന്നുപോയി. ഭൂരിഭാഗം പേരും വാസയോഗ്യമല്ലാത്ത ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ള വീടുകളിലാണ് കഴിഞ്ഞിരുന്നത്. 2013 മുതൽ മഴക്കാലത്ത് ക്യാമ്പിലാണ്. അപ്പം ഈ പ്രാവശ്യത്തെ മഴയത്ത് വീടിൻ്റെ അടുത്ത് വരെ മണ്ണെല്ലാം ഇടിഞ്ഞ് വീടിന് മേൽവശത്തെ റോഡിൽ കുറേ മണ്ണും കല്ലുമെല്ലാം റോഡിൽ ചാടി. പക്ഷേ വീട്ടിലേക്ക് വന്നില്ല. വീടിൻ്റെ തൊട്ടടുത്ത് വരെ ഇടിഞ്ഞ് വന്ന് വീടെല്ലാം വിണ്ട് കയറിയിരിക്കുക. 2018 വെള്ളപ്പൊക്കത്തിൽ വീടെല്ലാം വിണ്ട് കയറി താഴെ പോകാറായിരിക്കുകയാണ്. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത നിരവധി പേർ ചെറിയ വാടക വീടുകളെ ആശ്രയിച്ചാണ് ജീവിച്ചു പോന്നത്. നിലവിലുണ്ടായ പ്രകൃതി ദുരന്തത്തോടെ ഈ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ പുഴയിലേക്ക് വെള്ളം കയറി വരുമ്പം ഈ മണൽ വാരാത്തത് കൊണ്ട് ഈ വെള്ളം കോരി പറമ്പിലേക്കെല്ലാം കയറി. ഇപ്പോൾ ഈ തോട് സൈഡിലുള്ള ആ പുഴയുടെ എറമ്പിൻ സൈഡിലുള്ളിടത്തെല്ലാം ഒലിച്ചു പോയി വീടുകൾ വിണ്ട് കയറി പോവുകയാണ്. ഇപ്പം ഇനി അടുത്ത നമ്മുടെ ഇടുക്കി ഡാമും കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇപ്പം താൽക്കാലികമായിട്ട് താമസിക്കുന്ന വീട് പോലും ഒന്നും കാണുകയില്ല. പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായ ആശ്വാസ ക്യാമ്പുകൾക്കപ്പുറം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സ്ഥിരമായ പുനരധിവാസം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.